നമസ്കാരം, എല്ലാവർക്കും ഫാത്തിമാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെർപ്പളശ്ശേരിക്ക് പോവാണ് കേട്ടോ. അവിടെ അമ്മമ്മയുടെ 84ാം പിറന്നാളാണ്. അപ്പോൾ ഞങ്ങൾ അത് ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ എൻ്റെ ഈ ഒരു ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. പുതിയ സെറ്റും കൊണ്ടാണ്, പുതിയ മാല, പുതിയ കമ്മൽ എല്ലാം പുതിയതാണ്, പുതിയ വള എല്ലാം പുതിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയ്ക്ക് കിടക്കാം. അച്ഛനും അമ്മയും കൂടി വേറെ കാറിൽ, ഞങ്ങൾ വേറെ കാറിൽ, അങ്ങനെയാണ് പോണത് കേട്ടോ. അപ്പോൾ അച്ഛൻ വേഗം കാറ് തിരിക്കണം, എന്നിട്ടാണ് ഞങ്ങളുടെ കാർ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മാല കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല കുടുങ്ങിക്കിടക്കുന്ന നല്ല മാലയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായവർ കമൻറ്റ് ചെയ്യണേ. അമ്മ അവിടെ ഗേറ്റ് പൂട്ടുകയാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങി. ഇത് എൻ്റെ ഈ മാല എങ്ങനെ ഉണ്ട്? നല്ല രസമല്ലേ? ഇതാണ് എൻ്റെ പുതിയ മാല, ലക്ഷ്മി മാല. പിന്നെ വള ഇട്ടിട്ടുണ്ട്, അതും പുതിയതാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് അമ്മ തുന്നി തന്ന ബ്ലൗസാണ്. ഇത് നകുലിൻ്റെ അമ്മ തുന്നി തന്ന ബ്ലൗസ്, എൻ്റെ അമ്മ വാങ്ങി തന്ന സെറ്റുമുണ്ട്. പോവാ. ആ യെസ്, മുത്തശ്ശമ്മ വരും. പൂട്ടൽ കഴിഞ്ഞിട്ടില്ല, പോവാം. അച്ഛനമ്മേനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഇവിടെ. യെസ്, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറയട്ടെ, ഇത് ഞാനൊരു മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. തിരക്ക് കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ചെളവറയിൽ EMS റോഡ് വഴിയാണ് പോയത്. അങ്ങനെ നമ്മളുടെ അയ്യപ്പൻകാവ്, ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിൻ്റെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് ഇവിടെ പിറന്നാൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കാർ ഇവിടെ പാർക്ക് ചെയ്തു, ഞങ്ങളുടെ കാറും ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ചെറുമ്പറ്റക്കാവല്ല, അയ്യപ്പൻകാവ് കാണാത്തവർ കണ്ടോളൂ. ഇതാണ് നമ്മളുടെ ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവ് കേട്ടോ. അങ്ങനെ നമ്മളിതേ അവിടെ മുന്നിൽ തന്നെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കുളം. അപ്പോൾ ഈ കുളത്തിൻ്റെ മുന്നിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോകണം. അതായത് അമ്പലത്തിൻ്റെയും കുളത്തിൻ്റെയും നടുവിലൂടെ വേണം നമ്മൾ ഈ ഒരു മണ്ഡപത്തിലേക്ക് പോകാൻ. കണ്ടോ, നല്ല രസം, നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ ദേ ഓഡിറ്റോറിയത്തിലേക്ക് എത്താറായിട്ട് ആ കാണുന്നതാണ് ഓഡിറ്റോറിയം. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ അധികം പേരൊന്നും എത്തിയിട്ടില്ല. ഇതാണ് അമ്മാമി കേട്ടോ, അമ്മയുടെ അനിയൻ്റെ വൈഫ്. അമ്മാമിയും അങ്ങനെ കുറച്ച് പേരെയാണ് അവിടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഇവിടെയാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. മുകളിലാണ് പരിപാടികളൊക്കെ നടക്കുന്നത്. പരിപാടികൾ വെച്ചാലും അങ്ങനെ വലിയ കലാപരിപാടികളൊന്നുമില്ല, എന്നാലും കുറച്ച് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അമ്മമ്മയൊക്കെ അമ്പലത്തിൽ തൊഴുതിട്ടാണ് വന്നത്, അതാണ് ഇത്തിരി ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ഇച്ചമ്മ വന്നു, ഇച്ചമ്മ പ്രസാദേട്ടൻ, ഇച്ചമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനിയത്തി കേട്ടോ. അവരും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മ വന്നു. ഇനി നമുക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കണം, അതിന് മുന്നേ നമസ്കരിക്കണം. അങ്ങനെ കുറേ കലാപരിപാടികളുണ്ട്. അപ്പോൾ അതിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ അമ്മമ്മയ്ക്ക് അവിടെ ഒരു സീറ്റ് കൊടുത്തു കേട്ടോ. അപ്പോൾ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ പെട്ടെന്ന് നമസ്കരിച്ച് ഭക്ഷണം കഴിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു സീറ്റ് കൊടുത്തത്. ആദ്യം അച്ഛൻ നമസ്കരിച്ചു, പിന്നെ പ്രസാദേട്ടൻ, ഇച്ചമ്മ എല്ലാവരും നമസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കുഞ്ഞൊരു സമ്മാനം കൊടുത്തിട്ട് ഞങ്ങൾ നമസ്കരിച്ചു. അപ്പം ഇനി നമുക്ക് വേഗം ഭക്ഷണത്തിലേക്ക് കിടക്കാം കേട്ടോ. വിശന്ന് ഇതായിട്ടുണ്ട്, കാരണം നേരത്തെ നീച്ചതല്ലേ. അപ്പോൾ 2 ഇഡ്ഡലി, ഒരു ഉഴുന്നുവട, കുറച്ച് ചട്നി, കുറച്ച് സാമ്പാർ, കുറച്ച് പൊടി, അതായിരുന്നു. പിന്നെ കാപ്പി. ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല സ്വാദുള്ള ഇഡ്ഡലി, നല്ല സ്വാദുള്ള സാമ്പാർ. എനിക്ക് എന്താ അറിയില്ല, ഇവരുടെ സദ്യ ഭയങ്കര ഇഷ്ടമായി. അതായത് ഉച്ചയ്ക്കത്തെ ഊണും ഭയങ്കര ഇഷ്ടമായി, രാവിലത്തെ പലഹാരവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോൾ നീക്ക് ഫുള്ള് വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. എന്താ കേട്ടില്ല? കണ്ടിരുന്നോ? ഞാനോ? അയ്യോ, 10 കൊല്ലം മുന്നേ.
ഇച്ചമ്മ നിന്നൊരു ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതാ എല്ലാവരും വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയണം. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇപ്പം ഇല്ല. നകുലിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആ നേരം ആകുമ്പോഴേക്കും. അപ്പോൾ എല്ലാവരും ഇഡ്ഡലിയൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. അവിടെ ചെറുതായിട്ട് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. അപ്പം നമ്മൾ മുകളിലെത്തിയിട്ടോ. മുകളിൽ എല്ലാവരും വരണേ ഉള്ളൂ. ഭക്ഷണം ചിലവർ താഴെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞവർ അവിടെ നിന്ന് വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് പേരൊക്കെ ഇവിടെ മുകളിലെത്തിയിട്ടുണ്ട്. അമ്മമ്മയും ഇവിടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മമ്മ അടുത്ത് വർത്തമാനം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇതൊക്കെ ഏഴിക്കോട് സെറ്റാണ്. അമ്മമ്മയുടെ ഇല്ലം ഏഴിക്കോടാണ് കേട്ടോ. അപ്പോൾ ഏഴിക്കോട് സെറ്റാണ് അധികം ഉള്ളത്. അതുകൊണ്ട് എനിക്ക് അധികം പേരും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത് സ്വാതിക കേട്ടോ, എൻ്റെ ഒരു അമ്മാമ്മൻ്റെ മകളായിട്ട് വരും. അപ്പോൾ സ്വാതിക എപ്പോഴും എൻ്റെ വീഡിയോ കാണാറുണ്ട് അത്ര കേട്ടോ. അങ്ങനെ എല്ലാവരും വന്ന് നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പരിപാടികളൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലൊരു പാട്ട് പാടാണേ. അങ്ങനെ നമ്മൾ പരിപാടികളുടെ ഇടയിലൂടെ നമ്മളെല്ലാവരും കൂടിയിട്ടൊരു തിരുവാതിരക്കളി കളിക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കേട്ടോ. ഓരോരോ ഗ്രൂപ്പാക്കിയിട്ട് ഏഴിക്കോട് സെറ്റ് ഒന്ന്, പുതുമന സെറ്റ്, അങ്ങനെ ഓരോരോ ഗ്രൂപ്പാക്കിയിട്ട് എടുത്തു. അങ്ങനെ നമുക്ക് ഇനി വേഗം നമുക്ക് താഴത്തേക്ക് കഴിക്കാൻ പോവാം. ഊണ് കഴിച്ചിട്ട് പോവാൻ ഇവിടെ ചുറ്റൊരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. അയ്യോ എനിക്ക് വയ്യാണ്ടായി. മുടിയൊക്കെ കെട്ടിയിട്ടോ പരത്തിയിട്ടേ ലഹളമായ. ഇനി നമുക്ക് ഊണ് കഴിക്കാൻ പോവും. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും സദ്യയൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ ഊണ് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങും. അങ്ങനെ താഴെ എത്തിയപ്പോഴേക്കും എല്ലാവരും ഉണയിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വേഗമായിരുന്നു. ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഉണ്ണാനിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സദ്യ അടിപൊളി സദ്യയായിരുന്നു. സാമ്പാറുണ്ടായിരുന്നു, മാങ്ങ കൂട്ടാനും ഉണ്ടായിരുന്നു. ഞാൻ സാമ്പാറൊന്നും വാങ്ങിയില്ല, ഞാൻ മാങ്ങ കൂട്ടാൻ മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ ചന്ദ്രക്കാരൻ മാങ്ങ കൊണ്ടായിരുന്നു ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്വാദായിരുന്നു കേട്ടോ. എല്ലാ വിഭവങ്ങളും നല്ല സ്വാദായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് മാങ്ങ കൂട്ടാനാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മാങ്ങക്കൂട്ടം ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു. കാരണം 2 ദിവസത്തേക്കുള്ളത് ഞാൻ കൊണ്ടുപോയി, കാരണം അത്രയ്ക്ക് സ്വാദുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിച്ച് പായസം എന്തായിരുന്നു, പരിപ്പ് പായസം ഉണ്ടായിരുന്നു, പരിപ്പ് പ്രഥമൻ അതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ചെർപ്പളശ്ശേരിയിൽ നിന്ന് സ്ഥലം വിട്ടു. അതാണ് ഉണ്ടായത്. ബാക്കി വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. യാത്ര പറയുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. കാരണം എല്ലാവരും ഉണ്ണണ നേരത്താണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞി വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ. തിരക്കായതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ മാക്സിമം ഞാൻ നോക്കാം കേട്ടോ. അപ്പം എന്നാൽ ശരി, ബൈ.